അതായത് ഇപ്പോൾ കമ്മട്ടിപ്പാടം കഴിഞ്ഞിട്ട് ആദ്യത്തെ ഒരു ചർച്ച മുഴുവനും ഇയാൾ ചമ്പക്കര മാർക്കറ്റിൽ മീൻ വെട്ടുന്ന ഒരു വ്യക്തി, അയാളുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന കുറേ സാധനങ്ങൾ അങ്ങനെ തന്നെ രാജീവ് രവി പകർത്തുന്നു, ഇങ്ങനത്തെ ഒരു ന്യൂസ് ഉണ്ടായിരുന്നു. ഇത് മീഡിയയുടെ ഒരു സഹായം, വലിയൊരു സഹായം കൊണ്ടാണ്. മണികണ്ഠൻ എന്ന് പറയുന്ന ആൾ മാർക്കറ്റിൽ വരുന്നതിന് മുമ്പ് വളരെ ചെറുപ്പം തൊട്ട് തിയേറ്റർ ഉണ്ടായിരുന്നു. നാടകങ്ങളിൽ ഒരുപാട് നാടകങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട്. എഡിറ്റർ ബി ലെനിൻ്റെ പേഴ്സണൽ അസിസ്റ്റൻ്റ് ആയിരുന്നു. സംഗീത സ്റ്റുഡിയോയിൽ ജോലി ചെയ്തിട്ടുണ്ട്. ഏഴാം അറിവ് എന്ന് പറഞ്ഞ സിനിമയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ ഉള്ള സാധനങ്ങൾ പറയാൻ പറ്റി. എന്ന് പറഞ്ഞതുപോലെ തന്നെ അയാൾ ജീവിച്ചിരിപ്പുണ്ട്. മുരുകൻ എന്ന് പറയുന്നത് ഇതൊക്കെ സാധാരണ ക്യാരക്ടേഴ്സാണ്. ഞാനൊരു സാധാരണക്കാരനാണ്. അപ്പം ഞാൻ ചെയ്യുമ്പോൾ ഞാനാണെന്ന് തോന്നുമെന്ന് മാത്രമേ ഉള്ളൂ. അത് അങ്ങനെ തന്നെ എൻ്റെ ജീവിതമല്ല. അത്തരം ജീവിതങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട്. അല്ലെങ്കിൽ അതിലെ ഏതൊക്കെയോ ഒരു സിറ്റുവേഷൻ എൻ്റെ ലൈഫിലും ഉണ്ടായിട്ടുണ്ട്. അത് ഇന്നതാണ് എന്നൊന്നും പറയാൻ പറ്റില്ല. ചില സമയം കാണുമ്പോൾ ഇതേപോലെ നമുക്കൊരു അനുഭവം ഉണ്ടായിട്ടുണ്ടല്ലോ, ഇങ്ങനെ ഒരാളെ ഞാൻ കണ്ടിട്ടുണ്ടല്ലോ, ഇത് ഞാൻ തന്നെയാണെന്ന് തോന്നണ്ടല്ലോ എന്നൊക്കെ പറയില്ലേ, അത്രേ ഉള്ളൂ. അല്ലാതെ അയാൾ ജീവിച്ചിരിപ്പുണ്ട് എൻ്റെ തന്നെ കഥയല്ല. കമ്മട്ടിപ്പാടം എൻ്റെ കഥയല്ല, അത് കമ്മട്ടിപ്പാടത്തിൻ്റെ കഥയാണ്. കമ്മട്ടിപ്പാടത്തിലെ ഒരു ബാലനാണ്. ആ ബാലനെ എനിക്ക് സ്വീകരിക്കാൻ കഴിഞ്ഞു. അയാൾ ജീവിച്ചിരിപ്പുണ്ട് എന്ന സിനിമയിലെ മുരുകനെ എനിക്ക് സ്വീകരിക്കാൻ കഴിഞ്ഞു. സ്വീകരിക്കാൻ കഴിയുക എന്ന് പറഞ്ഞാൽ എനിക്ക് വിശ്വസിക്കാൻ കഴിയുക, എനിക്ക് ആസ്വദിക്കാൻ കഴിയുക. അപ്പോൾ അതെൻ്റെ കഥയായിട്ട് തോന്നും.